എൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് വന്നിട്ടാണ് എൻ്റെ ആ ജോബ് പോകുന്നത്. നമ്മൾ മലയാളികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ യുകെനെ സംബന്ധിച്ചോളം ഇവർക്ക് ഒത്തിരി പണിയെടുക്കണവരെ വേണ്ട. ഹായ് ഫ്രണ്ട്സ്, അബീസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് സങ്കടമുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന NHSൽ അഡ്മിൻ ആൻഡ് ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങി. എനിക്ക് 13-ാം തീയതി അവിടെ ഒരു സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. ആ സെൻഡ് ഓഫിൽ അവർ കുറച്ച് പേര് എന്നെപ്പറ്റി ഒന്ന് സംസാരിച്ചു. ഒരു എന്താ പറയുക, മനസ്സിന് ചെറുതായിട്ട് ഒരു സന്തോഷവും സങ്കടമുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറയാൻ പോണ കാര്യം UK നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് കഴിഞ്ഞൊരു വർഷം ഞാൻ വെയർ ഹൗസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെയർ ഹൗസിൽ സാധാ ഒരു ലേബറായിട്ട് ലോഡിങ്, പാക്കിംഗ്, അൺപാക്കിംഗ് എന്ന് പറഞ്ഞ ലേബറായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സൂപ്പർ യൂസറായി. പിന്നെ സൂപ്പർ യൂസറിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി, ട്രെയിനി പാർട്ട്ണറായി. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് വന്നിട്ടാണ് എൻ്റെ ആ ജോബ് പോകുന്നത്. ഓക്കെ, അത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ജോലി നല്ല വൃത്തിക്കാണ് വെയർ ഹൗസിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം, ഓഫീസ് റിലേറ്റഡ് ആകുമ്പം ഓഫീസിലുള്ള മറ്റ് കൊളീഗ്സായിട്ട് ഞാൻ കോപ്പറേറ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഞാനവിടെ എൻ്റെ എഫേർട്ട് 100-100 ഞാൻ നന്നായിട്ട് പണിയെടുക്കും. എന്നാന്ന് വെച്ചാൽ UK വന്നിട്ട് ഫസ്റ്റ് ജോബാണ്. വെയർ ഹൗസിൽ കട്ടിപ്പണിയാണെങ്കിലും ട്രെയിനി പാർട്ട്ണർ ഇച്ചിരി എന്താ പറയണ, ഇച്ചിരി അലച്ചിലുള്ള പണിയാണെങ്കിലും ഞാൻ നല്ല വൃത്തിക്ക് തന്നെയാണ് ആ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ആ കാര്യങ്ങൾ ഞാൻ വൃത്തിയിൽ NHSൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ 2 വർഷം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റി. പിന്നെ അവർ ആ സെൻഡ് ഓഫിൻ്റെ ദിവസം പറഞ്ഞു, കഴിഞ്ഞ ഒരു 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി സെൻഡ് ഓഫുകൾ എൻ്റെ ഓഫീസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അവർ തന്നെ പറഞ്ഞു ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് സെൻഡ് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. കാര്യം വേറെ ഒന്നുകൊണ്ടുമല്ല, ഞാൻ ഈ ഓഫീസിൽ യൂസ് ചെയ്ത കുറച്ച് പൊടിക്കൈകളുണ്ട്, അത് നിങ്ങളിലോട്ട്. കാര്യം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം നമ്മൾ മലയാളികൾ എവിടെ പണിക്ക് പോയാലും നമ്മുടെ ഒരു സർക്കിള്, അതല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ എന്തിനും ഓവർ സംസാരിക്കണം, ആ ഒരു രീതിയാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മാറി കേട്ടോ. പക്ഷേ ഞാൻ എന്താ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ പണിക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹാർഡ് വർക്കിംഗ് സ്റ്റാഫോ ഒന്നും ഉണ്ടായതല്ല എനിക്കത് കിട്ടിയത്. ഞാൻ അവിടെ യൂസ് ചെയ്ത പൊടിക്കൈകൾ വേറെ ഒന്നുമല്ല. എനിക്ക് 8 മണിക്ക് രാവിലെ ഷിഫ്റ്റ് തുടങ്ങും. ഞാൻ ചില ദിവസം 8 മണിക്ക് പോകാറുണ്ട്, ചില ദിവസം 8:05 ചില ദിവസം നല്ല ലേറ്റായിട്ടും പോകാറുണ്ട്. പക്ഷേ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയും. ഓഫീസിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഗുഡ് മോർണിംഗ് എല്ലാവരോടും പറഞ്ഞ്, പിന്നെ കുറച്ച് പേരൊക്കെയും കണ്ടില്ലെങ്കിൽ അവരെവിടെയെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് ഹായ് ആൻ ഗുഡ് മോർണിംഗ്, ഹായ് ജെയിംസ് ഗുഡ് മോർണിംഗ്, ഇങ്ങനെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ അവിടെ വന്നു എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. ഇച്ചിരി താമസിച്ചാലും ഞാൻ ഗുഡ് മോർണിംഗ് പറയും. പിന്നെ ഒരു വീക്കെൻഡ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വീക്കെൻഡ് പ്രോഗ്രാം ഡ്യൂഡ്, അങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അവരിൽ ഒരാളായിട്ട് നമ്മളെയും കൺസിഡർ ചെയ്യും. അതല്ലെങ്കിൽ മിക്ക സ്ഥലത്തും നമ്മൾ സ്പ്ലിറ്റ് ഗ്രൂപ്പാണ്. ഈവൻ നമുക്ക് ഗ്രൂപ്പായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും നമ്മൾ ലഞ്ചിന് പോവുകയാണെങ്കിലും നമ്മൾ 4 പേര് ഫ്രണ്ട്സ് മലയാളീസ് ലഞ്ചിന് പോകും. പിന്നെ അങ്ങനെ. പക്ഷേ ഞങ്ങളുടെ അവിടെ ഈവൻ ഇംഗ്ലീഷുകാർ പോകുമ്പം വരെ എന്നോട് ചോദിക്കാമെന്നു, ഞങ്ങൾ ലഞ്ച് വെളിയിലാണ് പോകണം, എനിക്ക് എന്തെങ്കിലും പാഴ്സലും മേടിക്കണമെന്ന്. ഓക്കെ, ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തു പറയില്ല. കാര്യം നമ്മൾ അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പം അവർക്ക് നമ്മളോടും ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിലും നമ്മൾ ഓഫീസിൽ ശരിക്കും നമ്മൾ ഈ കണ്ടമാനം ഹാർഡ് വർക്ക് ചെയ്യണേക്കാൾ നല്ലത് ഒരു സ്മാർട്ട് വർക്കായിട്ട് നമ്മളെല്ലാവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസ് നമുക്ക് സ്വർഗ്ഗമായിട്ട് മാറും. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഹാർഡ് വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഞാൻ അത്യാവശ്യം പണിയെടുക്കുമായിരുന്നു, പക്ഷേ എല്ലാവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ജസ്റ്റ്, പിന്നെ ഈ ഓഫീസിൽ ചെറിയ പരിപാടികൾ നടക്കുള്ളൂ. ഈ ടേബിൾ എടുത്ത് അങ്ങോട്ട് ഇടുക, ആ ടേബിൾ ഇപ്പോൾ ഈ ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ, അതിനൊക്കെ എൻ്റെ ഓഫീസിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനായിരിക്കും ആദ്യം ചാടി ഇറങ്ങണത്. ഈവൻ ബലൂൺ കെട്ടാനാവട്ടെ, അല്ലെങ്കിൽ ഓഫീസ് അറേഞ്ച് ചെയ്യാനാവട്ടെ. അതുകൊണ്ട് അവർക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോരം ഗിഫ്റ്റ് കിട്ടിയെന്ന്. ഇപ്പം എന്നെ അറിയണവർക്ക് ഒരിക്കലും എനിക്കിത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എന്തോരം ഗിഫ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഒരു സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റും കിട്ടി. പിന്നെ അവരാണെങ്കിലും പോണതിന് മുമ്പ് എന്നോട് സംസാരിച്ച് ചില പേരെ എനിക്ക് പേഴ്സണൽ നമ്പർ വരെ
അവരെനിക്ക് തന്നിട്ടുണ്ട്. വിളിക്കണം, എവിടെ പോയാലും ഹെൽപ്പ് വേണം, പിന്നെ എപ്പോൾ ഷെഫീൽഡിൽ വന്നാലും ഓഫീസിൽ ഞങ്ങളെ കാണാൻ വരാം. ഇത്ര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ UK സംബന്ധിച്ചോളം ഇവർക്ക് ഒത്തിരി പണിയെടുക്കണവരെ വേണ്ട. ഇപ്പം തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു പെങ്കൊച്ച് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഞാൻ വീക്കിലി 6 days 10 hours വെച്ച് വർക്ക് ചെയ്യാം, എനിക്ക് ഇത്ര ശമ്പളം. പക്ഷേ അങ്ങനെയുള്ളവരൊന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് ഒരു അടിച്ചുപൊളി ടൈപ്പിലുള്ള വർക്ക് ചെയ്യണ സ്റ്റാഫ്സിനെയാണ് അവർക്ക് വേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഓഫീസിൽ ഒരു മെക്സിക്കോക്കാരൻ വന്നു. പുള്ളി നല്ല പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല പണിയെടുക്കും. പുള്ളി വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം പുള്ളീനെ പറഞ്ഞു വിട്ടു. അതായത് പുള്ളി NHSP സ്റ്റാഫായിരുന്നു. അപ്പോൾ NHSPയുടെ ഓഫീസിൽ ഞങ്ങളുടെ ബോസ് വിളിച്ചിട്ട് പറഞ്ഞു പുള്ളീനെ ഇനി വിടണ്ട. അന്ന് ഉണ്ടായൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ടുണ്ടായിരുന്ന സെയിം കംപ്ലയിൻറ്റ്, അതായത് മറ്റുള്ള സ്റ്റാഫ്സുകളായിട്ട് മിങ്കിൾ ചെയ്യണില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും മറ്റുള്ള സ്റ്റാഫ്സുകളായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് എന്നും പറഞ്ഞ് പണിയെടുക്കാതിരിക്കില്ല, അത്യാവശ്യം പണിയെടുക്കും. അപ്പം നിങ്ങളെവിടെ വർക്ക് ചെയ്താലും എൻ്റെ കൊളീഗ്സായിട്ട് ഏത് രാജ്യക്കാരായിട്ടാണെങ്കിലും അവരായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത്, ഈ രാജ്യത്ത് ഒരിക്കലും ആർക്കും ഇഷ്ടമല്ല ഒരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ പിടിച്ചിരുത്തി വർക്ക് ചെയ്യണ പോലത്തെ ഒരു സിറ്റുവേഷൻ ഈ രാജ്യത്തില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബ്രോ നീ NHSP ആയിട്ടല്ലേ കയറിയത്? പിന്നെ ചിലവർ എന്നോട് പറയാറുണ്ട്, ബ്രോ NHSൽ ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ജോബ് കിട്ടണില്ല എന്ന്. അതായത് NHSൽ CV അപ്ലോഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കും, ഇൻ്റർവ്യൂ എല്ലാം ഫെയിലാവുമെന്ന്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ NHSP കയറാൻ നോക്ക്. കാര്യം ഞാൻ NHSPയിൽ ഒരാൾക്കടെ 3 മാസത്തെ വേക്കൻസി കവർ ചെയ്യാൻ വേണ്ടി കയറിയ ആളാണ് ഞാൻ. പക്ഷേ അവിടെ കയറി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തപ്പോൾ പിന്നെ ഞാൻ NHSലോട്ട് കയറി, പിന്നെ അവിടെ നിന്ന് കയറി പോവായിരുന്നു ചെയ്ത്. കാര്യം നമ്മൾ ഈ NHSPയിൽ ഫസ്റ്റ് കയറുമ്പോൾ, നമ്മളൊരു NHSൻ്റെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്. ഞാൻ ഒരു കാര്യം വെരി ഫ്രാങ്ക്, എന്നെ വിശ്വസിക്കുന്നവരോട് ഞാൻ ആണയിട്ട് പറയുകയാണ്, എൻ്റെ ഫസ്റ്റ് മാനേജർ ഞാൻ കയറി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് എടുക്കാനിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ വൈഫിനൊരു ജോബ് ആവുന്നുണ്ട്, ഞാനിപ്പോൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 2ാമത്തെ മാനേജർ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും കയറി ഇവിടെ NHSPനെ നിർത്തലാക്കാൻ പോവാം, നീ NHS ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ്ഫുള്ളി NHSലോട്ട് ജമ്പ് ചെയ്യിപ്പിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഞങ്ങളുടെ പ്രൊഫഷണലി തന്നെ ജോബ് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വൈഫാണെങ്കിലും കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയറായിട്ട് വാറിങ്ടണിൽ അവൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഓട്ടോമേഷനിൽ തന്നെ ജോലി കിട്ടി അവൾ പോയി. അപ്പം ഞാൻ അതും ഒരു റീസണാണ്, എനിക്ക് ഷെഫീൽഡ് ലീവ് ചെയ്യണം, പിന്നെ എനിക്ക് വാറിങ്ടണിലോട്ട് പോകണം, പിന്നെ ഇത് എൻ്റെ ഒരു ഫീൽഡും അല്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് പറയാനുള്ള, നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NHSP കയറിക്കോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറിനെ കാണാം. പിന്നെ ഇൻറ്റേർണൽ വേക്കൻസി ഒത്തിരി ഉണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എനിക്കൊരു 3-4 ഇൻ്റർവ്യൂ. പിന്നെ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 6 മലയാളികളുണ്ടായിരുന്നു NHSൽ ടീച്ചിങ് ഹോസ്പിറ്റലിൽ. അതിൽ ഞാനൊഴിച്ച് ബാക്കി 5 പേരും, അതിലിപ്പം എൻ്റെ മിക്ക വീഡിയോയിലും വന്ന ജിതിൻ നിങ്ങൾക്കറിയാം, അവൻ Band 5 പോയി. പിന്നെ അരുണിന് വേറെ പ്രൊഫഷണൽ IT ജോബ് കിട്ടി. പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന അർജുൻ Band 3 വേറെ ഓഫീസിലോട്ട് പോയി. എല്ലാവർക്കും നല്ല പൊസിഷൻ കിട്ടിക്കഴിയും. കാര്യം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരെല്ലാ രീതിയിലും നമ്മളെ മെൻ്റലി ആണെങ്കിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വേറെ എന്ത് ഇൻ്റർവ്യൂസും ഉണ്ടെങ്കിലും ഇവർ പറയും, നിങ്ങൾ ലാപ്പ് എടുത്തുകൊണ്ട് ഒരു കോമൺ റൂമിൽ പോയിരുന്നു, അവിടെ പോയിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അത്ര ഓപ്പണാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഇരുന്ന് തന്നെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് 4 മണിക്ക് ഡ്യൂട്ടി വരും. ചിലപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അന്നത്തെ അതായത് വേറെ ക്ലിനിക്കിലോട്ടുള്ള നോട്ട്സ് എല്ലാം സെൻഡ് ചെയ്ത് വെച്ചിട്ട് വേറെ പണിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഇരുന്ന് നോക്കാറുണ്ടായിരുന്നു. അതിനൊന്നും അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. പിന്നെ NHSൽ തന്നെ വേറെ പോസ്റ്റിൽ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈവൻ എൻ്റെ ഒരു ദിവസം എൻ്റെ മാനേജർ കണ്ടിട്ടാണ്, യു ആർ ലുക്കിംഗ് ഫോർ ന്യൂ ജോബ് എന്ന് അന്നേരം ഒരു തമാശയായിട്ട് പറഞ്ഞിട്ട്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ റൗണ്ട് അടിച്ചപ്പോൾ അവിടെ പോയി, ആ ജോബിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറയണം, പിന്നെ ആ ജോബിന് ഇൻ്റർവ്യൂ വിളിച്ച് കഴിഞ്ഞാൽ എന്നോട് പറയണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പുള്ളിക്കാരത്തെ വന്നിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ സെറ്റായെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ലഞ്ചിന് ബ്രേക്കിന് 1/2 മണിക്കൂർ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ എങ്ങനെയാണോ നമ്മളെ വിളിച്ച് അടുത്തിരുത്തി നമുക്ക് നോട്ട് എഴുതി തന്നെ അതുപോലെ എനിക്ക് ക്വസ്റ്റ്യൻസും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള
അത്ര രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ NHS നോക്കിയിട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ NHSP വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ അകത്തോട്ട് കയറും. വൺസ് കയറി കഴിഞ്ഞാൽ ലൈഫ് സ്മൂത്താണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇനിയും കൂട്ടുന്നില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ഫീൽ ചെയ്തെങ്കിൽ മാത്രം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിവേ നല്ല ദിവസവും എല്ലാവർക്കും ജോലി കിട്ടേണ്ടതെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. എനിവേ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബി CK ചാനൽ. ബൈ.